അപ്പൊ നമ്മള് ചേച്ചിമാരൊന്നും ഇല്ല കേട്ടോ, എല്ലാരും പോയി. കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇവിടെ. രണ്ടാൾക്ക് ഓരോ തിരക്ക്. പിന്നെ കുറെ ദിവസമായിട്ടുണ്ടായിരുന്നു. സിന്ധേച്ചി ഒന്ന് 2-3 ആഴ്ച ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ സിന്ധേച്ചി അങ്ങനെ പോയി. സന്ധ്യക്ക് പണിക്ക് വേണ്ടിട്ട് സന്ധ്യച്ചിയും പോയി. പിന്നെ ഇപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്കാണ് കേട്ടോ. പിന്നെ അസുഖം അതേപോലെ തന്നെയാണ്. ഇന്നലെ നമ്മള് അപ്പൊ ചെയ്യാ അപ്പൊ അതാണ്. പിന്നെ വെച്ചാല് ഇന്നലെ അസുഖം കൂടിയിട്ടൊന്നും അല്ല കേട്ടോ വീട്ടിൽ ഇടാഞ്ഞത്. നമുക്ക് ഓരോ തിരക്കുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് തന്നെ പറയാം, നമ്മള് അമ്മേന്റെ അസുഖം കണ്ടിട്ടല്ല ചാനൽ തുടങ്ങിയത്. ഞങ്ങൾ തുടങ്ങിയിട്ട് 5 വർഷം ആവാനായി. പിന്നെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ട്രാവലിംഗ് വ്ളോഗോ അങ്ങനത്തെ അങ്ങനെ ഇതൊന്നല്ല, നമ്മളെ വീട്ടുവിശേഷമാണ്. അപ്പൊ ഞങ്ങളെ വീട്ടിൽ നടക്കുന്നതാണ്, എല്ലാവർക്കും അറിയാലോ. നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയല്. തുടക്കം എന്തുണ്ടായത് എന്ന് എല്ലാവർക്കും അറിയും അല്ലെ. പിന്നെയാണ് ഈ 5 കൊല്ലത്തിന്റെ ഇടയിലല്ലേ ഇപ്പൊ അസുഖം വന്നത്. 2 വർഷമായിട്ടുള്ളൂ അമ്മയ്ക്ക് അസുഖം വന്നിട്ട്. അമ്മേന്റെ അസുഖത്തിന്റെ 2 വർഷം മുമ്പേ എനിക്ക് അസുഖം വന്നിട്ടുണ്ട്. ഇത് എല്ലാരോടും അല്ല പറയണത്, കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഇഷ്ടമില്ലാത്തതുണ്ടല്ലോ നമ്മളെ. അതുകൊണ്ടാണ് കേട്ടോ. സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവരോട് അല്ലടത് പറയണത്. പക്ഷെ കമന്റ് ഇട്ട ആൾക്കാരോട് നമ്മളിത്തെ ഈ കമന്റ് ഫുള്ള് എടുത്തിട്ട് ഇനിയിപ്പൊ അതിന്റെ പിന്നാലെ കൂടല്ല. കാരണം എന്താ വെച്ചാല് അത്രയ്ക്കും കമന്റ് അന്ന് വന്നിട്ടുണ്ട്. വേറെ ആൾക്കാരും കാണൂല. അതാണ്, വേറുള്ള ആൾക്കാരും കാണണം. ഓർക്കും കൂടി നമ്മളെ കുറിച്ച് നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു നല്ലൊരു ഇതിൽ പോവുകയാണ് നമ്മള്. അപ്പൊ അത് മറ്റുള്ളവരുടെ എത്തുമ്പോ ഇവര് ഇങ്ങനത്തെ ഒരു കുടുംബമാണോന്ന്. ഞങ്ങള് പൈസക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. എന്താ അമ്മേനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുകയാണ്. ഇവർക്ക് കണ്ടന്റ് ആയി. പിന്നെ ഞാൻ ഒരുങ്ങി കെട്ടി നിൽക്കുകയാണ് അമ്മേന്റെ അടുത്ത്. ഞാൻ സന്തോഷേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ നിന്നത്. അതിനാണ് ആ ചുരിദാർ എടുത്തിട്ടത്. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോ എങ്ങനെ നിക്കണം അതുപോലെ തന്നെ ഞാൻ വീഡിയോയിലും വരലുണ്ട്. എന്നിട്ട് പിന്നെ എന്താ വെച്ചാല് നമ്മള് എങ്ങോട്ടേലും പെട്ടെന്ന് കൊണ്ടുപോയിക്കൂടെ, എന്തിനകത്ത് ബുദ്ധിമുട്ടിക്കണെന്ന്. അതെന്ന് പറഞ്ഞാല് ഈ ഞങ്ങളതിന്റെ പിന്നാലെ തന്നെയാണ്. നമ്മള് അമ്മേനെ ട്രീറ്റ്മെന്റ് ചെയ്യാതെ നമ്മള് അങ്ങനെ നടക്കൊന്നുമില്ല. എല്ലാവർക്കും അറിയണ കാര്യങ്ങളല്ലേ. പിന്നെ നമ്മൾക്ക് തോന്നുമ്പോഴേക്കിന് കൊണ്ടുപോവാന് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ വേണം. ഏതെങ്കിലും ഡോക്ടർമാരെ കാണിക്കാൻ പറ്റൂല. അത് ചിലപ്പോ ഫസ്റ്റത്തെ ഒരു വീഡിയോ കണ്ട ആളാവും പറയണത് നമ്മളെ ഇവിടെ കൊണ്ടുപോകണ്ട്, പിന്നെ അവിടെ 2 വട്ടം കൊണ്ടുപോയി കോഴിക്കോട്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് പോവാനാ പറഞ്ഞത്. പിന്നെ അമ്മേനെ കേക്ക പറയരുതെന്ന് പറഞ്ഞാല്, അമ്മ ഇന്നിപ്പോ എത്ര വട്ടം എന്നോട് പറഞ്ഞത് എന്താ വീഡിയോ എടുത്തോളി, വീഡിയോ എടുക്കി. അമ്മ ഇങ്ങോട്ട് പറയാ എന്തിനു വേണ്ടിയിട്ടാ ഞങ്ങൾ എല്ലാരും ചികിത്സ ഇതുമല കഴിഞ്ഞു പോണത്. അപ്പൂസിന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കാത്തത്. ഓൻ അലർജിയാണ്, പക്ഷെ അവനെ കാണിക്കുന്നില്ല. അപ്പൊ സന്തോഷേട്ടന് സ്കാനിങ് ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് പോയപ്പോ. പിന്നെ എന്റെ ഡോക്ടറത്തേക്ക് പോകണം, ഞാൻ പരമാവധി മരുന്ന് ഒഴിവാക്കി പോവുകയാണ്. കാരണം മരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്, ഡോക്ടറത്തേക്ക് പോകാനാവില്ല എന്ന് വിചാരിച്ചിട്ട്. ഇന്നും കൂടി ഇപ്പൊ ഒരു ചേച്ചി വിളിച്ചിട്ടോട് പറഞ്ഞിട്ടുണ്ട് എന്റെ മരുന്ന് മുടക്കല്ലേ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടി തളർന്നൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ എന്താ വീട്ടിലത്തെ അവസ്ഥ. നല്ലൊരു വീടുണ്ടായതുകൊണ്ട് ഇപ്പൊ നമുക്ക് എല്ലാ സമാധാനമായില്ല, ഒരു സമാധാനമല്ല ഈ അസുഖം പറഞ്ഞിട്ട്. അപ്പൊ അന്ന് ആ കമന്റ് ഇട്ടൊരു ഭയങ്കരമാണ്. ഞങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടിരിക്കുന്നു, ഒന്നും കാണാതെ ഒന്നും അറിയാതെ ഓരോ അങ്ങനത്തെ കമന്റ് ഒന്നും നമുക്ക് വരലില്ല. ഇപ്പൊ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇപ്പൊ അസുഖമായിട്ട് അമ്മേന്റെ അസുഖമായിട്ട് കുറെ ആൾക്കാർക്ക് ഇത് കാണാന്, അമ്മേന്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി കുറെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് അത് പറ്റണില്ല, അതുകൊണ്ട് ഒരു പറയാണ്. പിന്നെ കമന്റ് ബോക്സ് പറഞ്ഞാല് അവരവന്റെ അഭിപ്രായം അറിയിക്കാനാണ്. പക്ഷെ ഇത് വീഡിയോ കാണാതെ കമന്റിൽ നോക്കി ഓരോന്ന് പറയണം, എന്താ കാര്യം അറിയാതെ. അമ്മേനെ എങ്ങനെയെങ്കിലും നിങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ അമ്മേനെ ഒന്ന് കാണിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുവിധപ്പെട്ട ആൾക്കാർ, നമ്മളെ സ്നേഹിക്കുന്ന നമ്മളൊപ്പമുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അത് കാരണം അമ്മേന്റെ അടുത്ത് നിന്നിട്ട് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞങ്ങൾ പുറത്തൊന്നും പോണില്ല, അമ്മേന്റെ അടുത്താണ് ഫുൾ ടൈം നിൽക്കണേ. അത് കാരണം ഞങ്ങൾക്ക് അമ്മേന്റെ അടുത്ത് നിൽക്കണേന് എന്താ പ്രശ്നം? പിന്നെ അമ്മേന്റെ അസുഖം എന്ന് പറഞ്ഞാല് ഞാൻ ഇവിടുന്ന് വന്നപ്പോ തന്നെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പ്രശ്നമുണ്ട്. അമ്മ ഞങ്ങളെ സമാധാനിപ്പിക്കില്ല, ഞങ്ങൾ പേടിയുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ആവുമെങ്കിൽ അമ്മയ്ക്ക് പേടി. അമ്മയ്ക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ എപ്പോഴും ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പൊ തന്നെ ഞങ്ങൾ ഒളി മറയുന്നില്ല, അപ്പൊ തന്നെ ഒക്കെ ഷെയർ ചെയ്യും ഞങ്ങൾ നാലാൾ. അപ്പൊ അതാണ് പറയുന്നത്, അമ്മേനെ കേൾക്കിച്ചൊന്നും പറയരുത്, ഇവർക്ക് ബോധമില്ലെന്ന്. അമ്മയ്ക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം. കംപ്ലീറ്റ് ഒന്നും ഞാൻ നാളും പറഞ്ഞിട്ട് വീഡിയോയില്. അതെ, ഞങ്ങള് 4 ആളും ഇപ്പൊ സന്ധ്യച്ചി ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കണില്ല, ഒളിപ്പിച്ചു വെക്കില്ല. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ഓരോ കാര്യം പറയണ്ട അമ്മയ്ക്ക് അത്രയും ധൈര്യമാണ്. പിന്നെ നമ്മളത്ര നമ്മള് ചിരിച്ചും കളിച്ചനെ ഫുൾ ടൈം അവിടെ ഇല്ലാത്തപ്പോഴും വീഡിയോ ഇല്ലാത്തപ്പോഴും ഒക്കെ അവിടെ നിൽക്കുന്നത്. ഓരോ കാര്യം അങ്ങോട്ടും പറഞ്ഞ് ചിലപ്പോൾ അങ്ങോട്ട് അപ്പൂസോട് കൊണ്ടുവരും അമ്മേനെ. വെക്കില്ലെങ്കിലും എങ്ങനെയാലും നീപ്പിച്ച് കൊണ്ടുവരും. അതല്ലേ കാര്യം അങ്ങനത്തെ പറയണത്. മുഴ ഉള്ളതൊക്കെ വെച്ചാല് ഫസ്റ്റ് ക്യാൻസർ വന്നപ്പോ തൊട്ട് ഞങ്ങൾ വെറുതെ ഒളിപ്പിച്ചു വെച്ചു. അമ്മ അതിന് മുന്നേ എങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഉറപ്പ് ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഇന്ന കാരണം കൊണ്ടാ വരുന്നത് ആർക്കും മനസ്സിലാവും. വേറെ ചാനലിൽ അമ്മ വീട്ടില് എടുക്കാന്നപ്പോ ആ ചാനലിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളെ ചാനലിൽ കൂടെ ഈ അസുഖം പറഞ്ഞത്. അപ്പൊ അങ്ങനെ വീഡിയോ കാണാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കാര്യം. എന്താ ഇപ്പൊ ഷീനാന്നൊരു പെണ്ണിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ട്.
അതാണ് ഓരൊക്കെ പേര് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങനെ വെക്കും. പക്ഷെ ഞാൻ വിചാരിക്കും പിന്നെ എന്തിനാ വെറുതെ പോട്ടെ ഞാൻ ഡിലീറ്റ് ആക്കി കളയും. വെറുതെ നമ്മള് ഇന്നലെ ചാനൽ അതൊക്കെ കൊണ്ടൊക്കെയാണ് നടക്കണ്ടല്ലോ. നമ്മളൊരു വീഡിയോ എന്താ വെച്ചാല് പിന്നെ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ കമന്റും കിട്ടുക, അല്ലെങ്കിൽ തന്നെ നമ്മള് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ പറയണത്. കുറച്ച് ആൾക്കാർ കേട്ടോ. പിന്നെ റീച്ചിന് വേണ്ടിയിട്ടല്ല, നമുക്ക് റീച്ച് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല നമ്മളെ ജീവിത വരുമാനം പറയണത്. ഞങ്ങൾക്ക് ഇപ്പൊ സത്യമായിട്ട് ഇപ്പൊ ഇതാണ്. സത്യസന്ധമായിട്ട് പറയണം, നമ്മളെ ജീവിതം പിന്നെ ഡ്രസ്സിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പൊ റബ്ബർ വെട്ടാൻ പോണ കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ കിട്ടിയെന്ന് നോക്കി. നമ്മള് രാവിലെ അതിന് പോകും, നമ്മളെ വീഡിയോയിലൊക്കെ കാണിച്ചാണ് നമ്മള് വെട്ടാൻ പോണതും രാവിലെ ടോർച്ച് ഇട്ട് പോണതും ഷൂ ഇട്ട് പോണതും ഒക്കെ എല്ലാവരും കണ്ടതാണ്. ഇപ്പൊ ഇങ്ങനത്തെ അവസ്ഥയിലാകുമ്പോ നമുക്ക് പോകാൻ വയ്യ. ഈ കറക്റ്റ് ടൈമിൽ, ഈ മഴയുടെ ടൈമിലാണ് റബ്ബർ വെട്ടിന്റെ സീസൺ വരുന്നത്. അപ്പൊ അതിപ്പോ ആയപ്പോ വീണ്ടും ഇതേമാതിരി അസുഖം വന്നു. പിന്നെ ഞാൻ കുത്തുന്ന ഞാനൊരു മകനുള്ളൂ. പിന്നെ ഇപ്പൊ വേറെ സപ്പോർട്ട് ചെയ്യാനോ വേറെ കാര്യത്തിന് വേറെ ആരും ഇല്ല. മഴ വീഡിയോ കാണുന്ന ആൾക്കാരും നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരും മാത്രമേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മള്. അപ്പൊ ഇതാണ് പറയണത്, അമ്മേനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുകയാണെന്നൊന്നും പറയരുത്. കാരണം ഞങ്ങള് നാലാളുള്ള വീട്ടില് അല്ല നമ്മളിപ്പോ നാലാളും തുടങ്ങിയതല്ല ചാനല്. ഞങ്ങള് നാലാളും കൂടിയിട്ട് ഷെയർ ചെയ്ത് വർത്താനം പറയുന്നതല്ലേ നിങ്ങൾക്ക് കാണേണ്ടത്. പിന്നെ നമ്മളെ ട്രാവലിംഗ് ബ്ലോഗ് എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല, നമ്മളങ്ങനെ ചെയ്യില്ലല്ലോ. ഇല്ല. എപ്പോഴെങ്കിലൊക്കെ വിരുന്നൊക്കെ പോകുമ്പോ നമ്മള് കാണുന്ന കാണിക്കുന്നല്ലാതെ പിന്നെ വീട്ടുവിശേഷമാണ് കൂടുതൽ. പിന്നെ ഡ്രസ്സിന്റെ ഒരു ഓൺലൈൻ ആണ് ഞങ്ങൾക്ക് ഉള്ളത്. അതിന്റെ കാര്യം പറയാലോ, ഒന്ന് ഷോർട്ട് ഇട്ടിട്ടുണ്ട്, അതിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മളാ നമ്മൾ ഡ്രസ്സ്. അടുത്തുള്ള സാധനം നമ്മളെന്താ വെച്ചാല് നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഗോഡൌണിൽ എടുത്ത വിലക്ക് നമ്മൾ കൊടുക്കണം. കൊറിയർ ചാർജ് മാത്രം ഉൾപ്പെടുത്തിയിട്ട് കുറെയൊക്കെ ഇപ്പൊ കുറച്ചുള്ളത് 10-40 ഇപ്പൊ പീസറ്റ് ഉള്ളിൽ നിന്ന് 10-20 പോയിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ ഉണ്ട് നമ്മളെ കയ്യില്. നമ്മൾ അത്രയും ആയിട്ട് ഞങ്ങൾക്കൊരു സഹായം ആയിക്കോട്ടെ വിചാരിച്ച പോലും എടുത്ത നമ്മളെ ചേച്ചിമാരുണ്ട്. അപ്പൊ എത്ര ഓരോടൊന്നും നന്ദി പറഞ്ഞാൽ നമുക്ക് തീരുന്നു വാക്കിലും ഒതുക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ചിരിച്ചും കളിച്ചും, പിന്നെ ഞാൻ ചിരിച്ചും കളിച്ച് ചിരിച്ച വർത്തമാനം പറയണേ. ഞാൻ ഇവിടെ ഇനി നാട്ടിൽ മൊത്തം ചോദിച്ചാലും അറിയാൻ പറ്റും ഞാൻ ചിരിച്ചിട്ടാ വർത്താനം പറയും. ഞാനും സന്ധ്യ ചിരിച്ചാല് ഞങ്ങൾക്ക് എപ്പോഴും ചിരിയാ. സിന്ധ്യച്ചാണ് പിന്നെ ഒരു ഇതായിട്ട് നിൽക്കുക, അതിനങ്ങനെ ഒരു ഇതാണ് പെട്ടെന്ന് പെട്ടെന്ന് മൈൻഡിന് മാറും. ഞങ്ങൾ പക്ഷെ ചിരിക്കും. അങ്ങനെയാണ്. സങ്കടം ഇല്ലാന്നല്ല അതിനർത്ഥം. നമ്മള് സങ്കടപ്പെട്ടിരുന്ന സങ്കടാണ്. കാര്യമില്ല, അമ്മേനെ മുന്നേ കാര്യം പറയണേ. നമ്മൾ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യം? ചിരിച്ചും കളിച്ച് നിൽക്കുക. അതെ. ഒരു രോഗിയാണെന്നുള്ളത് നമ്മളമ്മ രോഗിയാണെന്നുള്ളത് അമ്മേനെ അറിയിക്കാൻ പാടില്ല. അമ്മ നമ്മൾ ചിരിക്കും. ഫുൾ ടൈം ഞങ്ങൾ ചിരിച്ചും കാര്യമാണ്, അല്ലാതെ ഞങ്ങൾ നമ്മള് എന്തെങ്കിലും പറയുമ്പോ അമ്മയും ചിരിക്കും അല്ലേ. ഞാൻ തന്നെ പറയും അമ്മ എന്തൊക്കെ പറയും ഇവര്, എന്നിട്ട് അതൊന്നും ഇതില് പറയാൻ പറ്റില്ല. ഞങ്ങള് പറയുമ്പോ അമ്മയും ചിരിക്കും. പക്ഷെ അമ്മേനെ പിന്നെ ചിരിക്കല്ലേ പറഞ്ഞിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. അമ്മ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ചിരിക്കും ഞങ്ങൾ പറയണത് കേൾക്കുമ്പോ. ഇത്രയും അസുഖത്തിൽ കടന്നിട്ട് കൂടി എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് തമ്മില് ഒരു പ്രശ്നവും ടെൻഷനും കുറവും കാണിക്കാതെക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യണതാ. പിന്നെ വർത്താനം പറയുമ്പോ ചിരിച്ച് നിങ്ങളെ മുന്നിൽ നമ്മള് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടോ ഒക്കെ കാണിക്കാൻ വേണ്ടിട്ടൊക്കെ ഞാൻ ഇപ്പൊ ഞങ്ങളെ കല്യാണം നടക്കാൻ തന്നെ കാരണം അമ്മയാണ്. കാരണം അത്രയും പ്രശ്നങ്ങളും വിവാദങ്ങളായിട്ടാണ് ഇങ്ങനെ ആയത്. അപ്പൊ അതും അമ്മ എന്റെ ഒപ്പം സപ്പോർട്ട് ഉണ്ടായിരുന്നു അത്രയും. നമ്മളെ ചോദിക്കാൻ പോയതൊക്കെ അമ്മയാണ്, ഞാനറിയാതെ. ഞാനും അറിഞ്ഞിട്ടില്ല. ഞാനും വീട്ടില്ലാത്ത ദിവസമാണ് അമ്മ നടന്നു പോയിട്ടുണ്ട് അത്രയും വീട്ടിലേക്ക്. സപ്പോർട്ടും കാര്യം അത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് പോയത്. അപ്പൊ അത് പോട്ടെ. അപ്പൊ ഇനി നമ്മള് 14-ാം തീയതി അമ്മേനെ കാണിക്കാൻ പോണം. അമ്മേനെ കൊണ്ടുപോകാൻ അറിയാലോ, അമ്മേന്റെ കണ്ടീഷൻ ഇപ്പൊ മോശമല്ലേ. അപ്പൊ അമ്മേനെ കൊണ്ടാതെ ഞാനും അളിയനും പോവാണ്. സൗണ്ട് ഉണ്ടാക്കല്ലേ. ടിക്കറ്റ് ഇങ്ങോട്ട് RAC കിട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് ടിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ എങ്ങനെയും ഇരുന്ന് പോയാലും കുഴപ്പമില്ലല്ലോ, ഞാൻ കൊറേ പോയിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് വീഡിയോ ഇട്ട് വരണ്ടേ. ഇപ്പൊ നമ്മള് പറഞ്ഞതുകൊണ്ട് ആർക്കും ഒരു വിദ്വേഷം തോന്നരുത്. അല്ലെ, ആ കാര്യം പറഞ്ഞു എന്നുള്ളൂ. കമന്റ് ഇട്ടവർക്ക് തോന്നിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒന്നും വേറെ ആരും അറിയാതെ. ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ. കമന്റ് ഇട്ടോലെ ഇപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഓർക്ക് വേണ്ടി മാത്രം. പിന്നെ ഒരാളിട്ട് അതിന്റെ പുറകെ അത് സത്യം, അത് കറക്റ്റ് എല്ലാരും പറഞ്ഞിങ്ങനെ ലൈക്ക് ഇട്ടിട്ട് ഇങ്ങനെ എല്ലാരും നമ്മൾ ഇഷ്ടപ്പെട്ടോളം സ്നേഹിച്ചോളന്നില്ല. ഇല്ല. ശരിയാണ്. കുറെ പിന്നെ ആൾക്കാരുണ്ടാവും. കമന്റ് ബോക്സ് പറയുന്നത് എല്ലാവർക്കും അഭിപ്രായം എഴുതാനുള്ളത്. ഒരു കാര്യം ചെയ്യുമ്പോ 100 അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് പോട്ടെ. അപ്പൊ 14-ാം തീയതി കാണിക്കുന്ന ഡേറ്റ്. അപ്പൊ കാണിച്ചിട്ട് ഇനി ഡോക്ടർ എന്താ പറയണ നോക്കട്ടെ. മറ്റേ വീഡിയോ ഇട്ട് വരുന്നു, എന്താ പറയാന്നറിയില്ല. ബയോപ്സി കൊടുക്കേണ്ടി വരും. കുട്ടിപ്പരിസരമൊക്കെ ഇവിടെ ഉണ്ട്. ഞാനൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് ഇവിടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂല എന്നാണ് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞത്. ഓപ്പറേഷൻ കാണിച്ചില്ലേ, അവിടെ കൊണ്ടുപോയ അന്നറിയില്ല. അന്ന് ബ്ലീഡിങ് ഉണ്ടായിട്ട് ഒരു ദിവസം കൊണ്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഭയങ്കര നല്ല ട്രീറ്റ്മെന്റ് ആണ്. കുറെ ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട് ഈ അസുഖം കാര്യമൊക്കെ ഇട്ട്. RCCക്കൊക്കെ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ RCCക്ക് തന്നെ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. കാരണം എന്താ ഇങ്ങനെ കിടത്തിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളുണ്ട്, വണ്ടി സൗകര്യം ഉണ്ട്. അത് നീതിന്റെ ഒക്കെ ആ വകുപ്പില് പൈസ കുറവൊക്കെ ആക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ. അപ്പൊ അതൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ട പോലെ ചെയ്യാനൊക്കെ പറഞ്ഞത്. പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂലേ.
പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയാൽ അവരെ ബാക്ക്ഗ്രൗണ്ട് കാര്യം എല്ലാതും ഫസ്റ്റത്തെ റിപ്പോർട്ടുകൾ അടക്കം വേണം. ഇപ്പൊ ഞങ്ങളോട് പഴയ സ്കാനിന്റെ റിപ്പോർട്ട് വെച്ച് ഞങ്ങളെ കയ്യിലില്ല, അത് അവിടെ മേടിച്ചേക്ക് വരെ. പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പെട്ടെന്ന് ഒരു ചികിത്സയൊന്നും കിട്ടൂല, വേദനയ്ക്കുള്ള മരുന്ന് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ അമ്മേനെ വെച്ചുകൊണ്ട് നിൽക്കല്ലേ ഞങ്ങള്. നമ്മളെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു സമയം ഡേറ്റ് ആവണം, ഡോക്ടറെ കാണാനൊരു ഡേറ്റ് ഉണ്ട്. പെട്ടെന്ന് അമ്മേനെ കാണിക്കുന്ന ഡോക്ടറെ തന്നെ കാണിക്കുമ്പോൾ ആൾക്കാണ് അതിന്റെ കാര്യങ്ങൾ ഫുള്ള് അറിയാം. അപ്പൊ ഇവിടെ വെച്ച് അങ്ങനെ കടിച്ചിട്ട് കാര്യമില്ലേ, അസുഖം കൂടല്ലാതെ കുറയില്ല, പല മരുന്ന് കുത്തി കയറ്റിയ പ്രശ്നമല്ലേ. അപ്പൊ പോയിട്ട് എന്താ പറയണ നോക്കട്ടെ. അപ്പോ അത് ചാടിക്കും. അമ്മേനെ കാണണോ? അമ്മ കിടക്കുക. നാളെ കാണിക്കാം. അമ്മേനെ സ്നേഹിക്കുന്ന പകുതി 90-95% ആൾക്കാരുണ്ട്. നമ്മളെ അമ്മേനെ മാത്രല്ല, നമ്മളെ ഫാമിലിനെ തന്നെ, നമ്മളെ കുടുംബത്തിനെ തന്നെ കൊണ്ടുനടക്കണേ. അപ്പൊ ഓർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, അമ്മേനെ കാണുന്നുണ്ടെങ്കിൽ കാണിക്കാം. അപ്പൊ കുഴപ്പമൊന്നുമില്ല, കിടക്കുന്നുണ്ട്. സമയം വൈകി ആൾക്കാർ കാണണ്ടേ. അപ്പൊ ഇന്ന് വീട് എടുക്കണമെന്ന് വിചാരിച്ചല്ലാട്ടോ. ഞാൻ മഴ പെയ്യുന്നുണ്ട്, ചാറ്റൽ മഴ ഉണ്ട്. അപ്പൊ അടുക്കളേക്ക് വിറകില്ല. അപ്പൊ വിറക് കെട്ടാൻ സന്തോഷം പറഞ്ഞു, നമുക്ക് ചെറുതായിട്ട് നമ്മളെ കാര്യങ്ങൾ പറയാലോന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ളത് കേട്ടോ. എന്നാ നാളെ വരെ.